ഹലോ. ഇന്ന് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഒരു വറുത്തരച്ച കറിയാണ്. എന്നാൽ നമ്മൾ ഇതിൽ ഒട്ടും തന്നെ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ചേനയും സോയാബീനും കൊണ്ട് വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതും ഒരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെ ഓഫീസിലേക്കും സ്കൂളിലേക്കും അതുപോലെ തന്നെ നമുക്ക് ലഞ്ചിനും ഉണ്ടാക്കാൻ പറ്റിയതാണ്. എളുപ്പം ചെയ്യാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു ചേന എടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കിലോ ചേനയുണ്ട്. പക്ഷെ ഞാനത് പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചേന അരിയുമ്പോൾ മിക്കവർക്കുള്ള പേടിയാണ് കൈ ചൊറിയൂ എന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. പക്ഷെ നമ്മളിത് അരിഞ്ഞിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ചട്ടിയിൽ വെക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ചേന വേവിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇതിലേക്കുള്ള മസാല റെഡിയാക്കും കേട്ടോ. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവനുസരിച്ച് എടുക്കാം. പിന്നെ ഇടുന്നത് ഒരു ഇച്ചിരി മസാലപ്പൊടിയാണ്. അതായത് ഒരു 2 ടീസ്പൂൺ ഒക്കെ മസാലപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നല്ലോണം റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു മണം വരും കേട്ടോ. മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കളർ ചേഞ്ചും വരും. അപ്പൊ നമുക്കിത് ഇറക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക്, പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള ഒരു സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ. ഈ സവാളയിലേക്ക് ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ചേനയിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇത് വറുത്തെടുത്ത് വെച്ച പൊടിയാണ് കേട്ടോ. ഇനി ഈ മസാലകളിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. കണ്ടോ, നമ്മൾ തേങ്ങ വറുത്തരച്ചെടുക്കൂലേ, അതേപോലത്തെ ഒരു പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ. ഈ ഒരു സാധനം മതിയിട്ടോ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വറുത്തരച്ച കറി പോലെ കഴിക്കാനായിട്ട്. വറുത്തരച്ച കറി പോലെ അല്ല, ശരിക്കും വറുത്തരച്ചതാന്നേ പറയുള്ളൂ. ആരും പറയില്ല തേങ്ങ ഇടാതെ വെച്ചതാണെന്നുള്ളത്. അപ്പൊ അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ സവാള നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് സോയാബീൻ ഞാൻ വേവിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അതിനുശേഷം സിമ്മിൽ വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മളിത് ഇറക്കണ സമയമാവുമല്ലോ, ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു ടീസ്പൂൺ ഒക്കെ മതിയാവും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ എടുത്താൽ മതി. ഒന്ന് ആ ഒരു ചൂടോടുകൂടി അല്ലാതെ ചെറിയ ആ ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോഴാട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് ആണ്. അതുപോലെ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ സോയയും ചേനയും കൂടി വന്നപ്പോൾ അതിന്റെ സോയയുടെയും കൂടി ടേസ്റ്റ് വന്നപ്പോൾ ഇത് രണ്ടും നല്ല കോംബോ ആയിട്ട് ഒരു കറിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി കറികൾക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതുപോലെ നാടൻ കറികളൊക്കെ ആണ് ഞാൻ ഇതിൽ കൂടുതലും ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.